ഒരു ട്രിപ്പ് പോകണം, ബട്ട് ലീവ് അധികമില്ല. സോ സൗത്ത് ഇന്ത്യ ആയിരിക്കണം. അതുകൊണ്ട് നേരെ നാട് കാണി. ഗുണ്ടൽപേട്ട്, ഹൊസപ്പേട്ട്, ദെൻ ഫൈനലി വെൽക്കം ടു ഹംപി. ഞാൻ ഈ പറഞ്ഞ പ്ലേസസ് ഒക്കെ ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഈ വഴിയാണ് ഹംപി എത്തിയത്. ആൻഡ് ദിസ് ഇസ് മൈ ഫ്രണ്ട് അനൂപ്. ട്രിപ്പ് പോകാൻ ഹംപി സജസ്റ്റ് ചെയ്ത മെയിൻ ആളാണ്. ആൻഡ് ദിസ് ഇസ് മങ്കി പ്ലേറ്റ് റെസ്റ്റോറൻറ്റ്. വി സ്റ്റാർട്ടഡ് അവർ സെക്കൻഡ് ഡേ ഓഫ് ട്രിപ്പ് ഫ്രം ഹിയർ. ഒരു പീസ്ഫുൾ കാം പ്ലേസ്. നമ്മൾ മറ്റേ ഫിലിമിലൊക്കെ കാണുന്ന ഒരു ദാബ സ്റ്റൈൽ മോഡൽ. ആക്ച്വലി ഇവിടെ മാത്രമല്ല കേട്ടോ, ഹംപിയിലെ വേറെയും റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇങ്ങനെ ഒരു സിറ്റിംഗ് രീതി തന്നെയാണ് ഉണ്ടായിരുന്നത്. ക്ലോസപ്പിന്റെ പരസ്യമൊക്കെ കാണിച്ചിട്ട് ഈ ഇരിക്കുന്നതാണ് വൃന്ദ. ട്രിപ്പിലെ മൂന്നാമത്തെ ആൾ. ഇത്തിരി ഷോക്ക് കാണിച്ച് ഒരു തൊപ്പി വാങ്ങി, ബിക്കോസ് നല്ല വെയിലായിരുന്നു. ആൻഡ് ഇതാണ് എൻ്റെ ചെക്കൻ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ പാർട്ട്ണർ ഇൻ എവറിത്തിങ് ആൻഡ് ഡോട്ട് 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 ഡോട്ട്. സത്യം പറഞ്ഞാൽ കൊടയൊക്കെ പിടിച്ച് കോട്ടൊക്കെ ഇട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ട് ഊട്ടിയിൽ പോണ ലുക്കാണെങ്കിലും ശരിക്കും നല്ല വെയിലായോണ്ടാ. ഞങ്ങൾ പോയത് മഴക്കാലത്താണ്, എന്നാലും അവിടെ വെയിലുണ്ട്. പക്ഷെ ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ട് അൺസൈക്കബിൾ ആയിരുന്നില്ല. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, വിരൂപക്ഷ ടെമ്പിൾ. ഹംപി പോണൊരു മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം. ഹംപിയിൽ കൂടുതലുള്ളതും ടെമ്പിൾസ് തന്നെയാണ്. പിന്നെ അതിൽ വെറൈറ്റി എന്താന്ന് വെച്ചാൽ ഫുൾ ബിൽറ്റ് ചെയ്തിട്ടുള്ളത് കരിങ്കല്ലിലും അതുപോലെ ഇഷ്ടികയൊക്കെ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഹംപി അങ്ങനെ ആരും കാണിച്ചു തരേണ്ട സ്ഥലമല്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, പക്ഷെ സത്യമാണ്. ടെമ്പിൾ മൊത്തം ചുറ്റി കണ്ടു. ദെൻ വി വെന്റ് ടു ലക്ഷ്മി നരസിംഹ ടെമ്പിൾ ആൻഡ് ദെൻ ബദവിലങ്ക ഗുഡി. വെള്ളത്തിൽ മുങ്ങിക്കിടക്കണ വലിയൊരു ശിവലിംഗമാണ് ഇവിടുത്തെ കാഴ്ച. നമ്മളെ നാട്ടിൽ നല്ല വിലയുള്ള ഈ വക ഐറ്റംസ് ഒക്കെ ഇവിടെ നല്ല ചീപ്പാണ്, ബിക്കോസ് കരിങ്കല്ലാണല്ലോ ഇവിടുത്തെ മെയിൻ. അങ്ങനെ കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിച്ച് നേരെ ലോട്ടസ് മഹൽ. അവിടെ ഒരു സംഭവം ഉണ്ടായി. ബട്ട് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.